ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ദൈവസ്നേഹത്തെ തൊട്ടറിഞ്ഞ ഏതൊരു കൗമാരക്കാരിയെയും പോലെ വളരെ സ്റ്റൈലിഷും ഫാഷനബിളുമായി നടന്നിരുന്ന ഒരു പെൺകുട്ടി ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ സ്നേഹം ഒത്തിരി പേരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജീവിതകഥയാണ് ഇന്ന് ചോസനിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. മികച്ചൊരു നർത്തകിയും ഗായികയും അക്കാദമിക് കോർഡിനേറ്ററും സൈക്കോളജിക്കൽ കൗൺസിലറും നല്ലൊരു എഴുത്തുകാരിയുമൊക്കെയായ റവറ സിസ്റ്റർ റിൻസിയാണ് ഇന്ന് നമ്മോടൊപ്പം ചോസൻ്റെ എപ്പിസോഡിലുള്ളത്. ഏവർക്കും സ്വാഗതം. സിസ്റ്റർ, വെൽക്കം. നടക്കുന്നവന്റെ മുടികൾ തലയെ തകർക്കും, പിഴച്ചു നടക്കുന്നവന്റെ മുടികൾ മൂടിയാതെറുകയെ തന്നെ മുടിക്കും ആദിനാഥനോട് ചെയ്തതാ മനുഷ്യൻ. ഈ പരദേവനഹോ നമുക്ക് പരിത്രാണത്തിൻ നദി, മരണത്തിൽ നിന്നൊഴിവു കത്തനാമഖില ശക്തനിൻ സിസ്റ്റർ, ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമിലൊക്കെ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഡാൻസും പാട്ടും ഒക്കെ വഴി. എങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നത്? അല്ലെങ്കിൽ എന്താണ് സിസ്റ്ററിനെ സ്വാധീനിച്ചത് അത്തരത്തിൽ ഒരു ദൈവവചന പ്രഘോഷണം എന്നുള്ള രീതിക്ക്? ആൻമേരിയുടെ ക്വസ്റ്റ്യൻ എന്നെ ഒത്തിരി ടച്ച് ചെയ്തൊരു ചോദ്യമാണ്. അത് ഈ കാലഘട്ടങ്ങളിൽ ഞാനെല്ലാവരോടും പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു ഉത്തരമാണ് ഈ ചോദ്യത്തിലൂടെ എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആക്റ്റീവായിട്ട് ഒത്തിരി നാളൊന്നും ആയിട്ടില്ല. ഒരു വർഷം മുമ്പൊക്കെയാണ് ഞാൻ ഇൻസ്റ്റഗ്രാം എടുക്കുന്നത് പോലും. അതിന് മുമ്പ് വരെ ഞാൻ കോൺവെൻറ്റിൽ പോകുന്ന സമയത്ത് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട്, അന്ന് കാലത്ത് 2015 ഞാൻ കോൺവെൻറ്റിൽ പോകുന്നത്. പക്ഷേ ആ സമയത്ത് നമുക്കൊരു ഫോൺ പോലും ഇല്ല. ഫേസ്ബുക്ക് അക്കൗണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ അതിലത്ര ആക്റ്റീവ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ അനിയന്മാർ, ഒരാൾ പ്രീസ്റ്റാണ് സാഗർ ഡയസിസിലെ, മറ്റൊരു അനിയൻ തയ്യലനിയൻ അടുത്ത വർഷം ഓർഡിനേഷൻ. അപ്പം അവരാണ് എന്നോട് പറഞ്ഞത്, ചേച്ചി ഈ ലോകത്തിലൊന്നുമില്ല ജീവിക്കുന്നത്, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിലത്തെ കാര്യങ്ങൾ അറിയണം, അത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് വചനം പ്രഘോഷിക്കാനായിട്ട്, നമ്മുടെ ലൈഫ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഒരു പ്രഘോഷണം എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ ആക്റ്റീവായിട്ടിരിക്കാനും സാധിക്കുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയനെ കാണുന്നുണ്ട്. അപ്പം ഞാനീ പറഞ്ഞ പോലെ, അൻവരി പറഞ്ഞ പോലെ, ഡാൻസ് ആണെങ്കിലും പാട്ടാണെന്നുണ്ടെങ്കിലും പ്രസംഗം, അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്കിഷ്ടമാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് മാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ വലിയൊരു സാധ്യത ഞാൻ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് എന്നെക്കൊണ്ടാവുന്ന പോലെ ആവുന്ന അത്രയും കാലം അത് യൂസ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. സിസ്റ്ററിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ സിസ്റ്ററിൻ്റെ ഡാൻസും പാട്ടും എല്ലാം വളരെ പ്രൊഫഷണലാണ്. പ്രത്യേകിച്ച് സെമി ക്ലാസിക്കൽ ഡാൻസുകളൊക്കെ ഒത്തിരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാട്ടുകളാണെങ്കിലും വളരെ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ പാടുന്നത് പോലെ. സിസ്റ്റർ സംഗീതവും നൃത്തമൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പ്രൊഫഷണലായിട്ട് ഡാൻസും പാട്ടും ഒന്നും പഠിച്ചിട്ടില്ല. ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് പഠിക്കണം എന്നുള്ളത്, അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ ഞാൻ മമ്മിയോടൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ട്, അയ്യോ എനിക്ക് ഡാൻസ് പഠിക്കാൻ പറ്റിയില്ല, പാട്ട് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയൊരു സാധ്യത എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ അതല്ലാതെയും തമ്പുരാൻ എന്നെ ഒരു ഉപകരണം ആക്കുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്നൊരു മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം കാണുന്നത്. പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചില്ല. പക്ഷേ കുട്ടിക്കാലം തൊട്ട് തന്നെ ഞാൻ എല്ലാത്തിലും ആക്റ്റീവായിരുന്നു. ഞാൻ ഒരു CMC സ്കൂളിലാണ് എൻ്റെ ബാല്യകാലം ആയിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് തന്നെ പാട്ടും ഡാൻസും ഒക്കെ ഞാൻ ആയിട്ട് ആക്റ്റീവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്ക് കടന്നപ്പോഴാണെങ്കിലും എൻ്റെ ഇടവക കൊയറിൽ ഞാൻ സജീവമായിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. പക്ഷേ കൊയറില്ലാത്തൊരു കുർബാന എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം ഞാൻ കൂടെയുള്ളവരോടും പറയായിരുന്നു, ഇനിയിപ്പം പാട്ടുകാരില്ലാത്ത ഒരു കുർബാന ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ക്ലാസ് കട്ട് ചെയ്തിട്ടാണെങ്കിൽ പോലും ഞാൻ 5, 6, 7 കുർബാനയ്ക്ക് പോയിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഞാൻ തമ്പുരാന് വേണ്ടി പാടിയിട്ടുണ്ട്. പിന്നെ ഡാൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും കൂടുതലും സെമി ക്ലാസിക്കൽ ഒക്കെ ആയിട്ടാണ് കളിച്ചിട്ടുള്ളത്. കോമ്പറ്റീഷൻസിന് പോകാറുണ്ട്, പുറത്ത് പ്രോഗ്രാമുകൾക്കൊക്കെ പോകാറുണ്ട്.
പ്രതനാം കൃപാകര നീ വാ വാ വാരോ നീ വാ വാ വാരോ യേശുവേ നീ വരേ യേശുവേ നീ വരേ നമോ നമോ ആവികൾക്ക് മേലാനന്ദ പ്രതനാം കൃപാകര നീ വാ വാ വാരോ നീ വാ വാ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊന്നും കണ്ടു പരിചയമില്ലാത്ത ഒരു സന്യാസിനികളുടെ വേഷവിധാനമാണ് സിസ്റ്ററിനുള്ളത്. സിസ്റ്റർ ഏത് കോൺഗ്രിഗേഷനിലാണ്? ഞാൻ പറഞ്ഞത് ശരിയാണ്, നാട്ടിലൊന്നും അധികം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. താമരശ്ശേരി ആസ്ഥാനമായിട്ടുള്ള SFN, സെൻറ്റ് ഫിലിപ്പ് നേരി സിസ്റ്റേഴ്സ് ഓഫ് താമരശ്ശേരി എന്നാണ് ഇപ്പോൾ ഞങ്ങൾ അറിയപ്പെടുന്നത്. ഒരു ഇറ്റാലിയൻ കോൺഗ്രിഗേഷൻ ആയിരുന്നു. ഒരു 2020 എൻ്റെ സെപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഫിലിപ്പ് നേരി സിസ്റ്റേഴ്സ് ഓഫ് താമരശ്ശേരി എന്നാണ് അറിയപ്പെടുന്നത്. താമരശ്ശേരി ഡയസിസിൻ്റെ കീഴിലാണ്. ഞങ്ങളുടെ സെയിൻ്റ് എന്ന് പറയുന്നത് സെയിൻറ്റ് ഫിലിപ്പ് നേരിയാണ്. അപ്പം ഫിലിപ്പ് നേരിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇറ്റലിയുടെ റോമിൻ്റെ അപ്പസ്തോലൻ എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പൊതുവെ പറയപ്പെടുന്നത് ആനന്ദത്തിൻ്റെ പ്രവാചകൻ, ആനന്ദത്തിൻ്റെ വിശുദ്ധൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഞങ്ങളുടെ കാരിസും അതുപോലെ തന്നെയാണ്. അതായത് കണ്ടുമുട്ടുന്നവരിലെല്ലാം ഈശോയുടെ സന്തോഷം എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ കാരിസം വരുന്നത്. അപ്പോൾ ഞാൻ ഈ കോൺഗ്രിഗേഷനിലേക്ക് എത്തിയതും ഞങ്ങളുടെ സിസ്റ്റർമാരെ കണ്ടിട്ടൊക്കെ തന്നെയാണ്. കാരണം ഭയങ്കര എനർജറ്റിക്കാണ്, ഭയങ്കര സന്തോഷമാണ് എപ്പോഴും. അത് തന്നെ ഈ കോൺഗ്രിഗേഷനിലേക്ക് അടുപ്പിച്ച ഒരു വസ്തുതയാണ്. പിന്നെ ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഡോൺ ബോസ്കോ കോൺഗ്രിഗേഷൻ സലേഷ്യൻസിൻ്റെ കൂടെയാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജനറൽ അക്കാഡമിക് കോർഡിനേറ്റർ പ്ലസ് സൈക്കോളജിക്കൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് വർഷത്തോളമായി. ഇപ്പം തൃശ്ശൂരാണ് സിസ്റ്ററിൻ്റെ വീട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ താമസിച്ചിരുന്ന സിസ്റ്റർ പള്ളിയിലെ കൊയറിലൊക്കെ വളരെ ആക്റ്റീവായിരുന്ന സിസ്റ്റർ. അതുപോലെ എഴുത്തിലും നൃത്തത്തിലൊക്കെ ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് തൃശ്ശൂർ ഭാഗത്തുള്ള സന്യാസിനി സഭകൾ ഓപ്റ്റ് ചെയ്യാതെ അതിന് പുറത്തേക്ക് ഒരു ഫോറിൻ സന്യാസ സഭയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? എൻ്റെ ദേവളിയുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അത്. ഒരു 19 വയസ്സ് വരെ തൃശ്ശൂർ ജീവിച്ച എനിക്ക് തൃശ്ശൂർ വിട്ടു പോകുന്ന പറയുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ നമുക്കൊരിക്കലും പ്രവാചക ദൗത്യത്തിന് അല്ലെങ്കിലും സ്വന്തം നാട് തന്നെ ലഭിക്കണമെന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ബൈബിളിലൊക്കെ നോക്കുമ്പോൾ കാണുമായിരിക്കും. എനിക്ക് അതിന് ഈ പറഞ്ഞതിന് പിറകിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഞാനൊരു 10ാം ക്ലാസ് തൊട്ട് എനിക്ക് ഒരു തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹമുണ്ട് മഠത്തിൽ പോകാനായിട്ട്. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നെ വിട്ടിട്ടില്ല മഠത്തിൽ പോകാനായിട്ട്. ഡാഡി നാട്ടിലുണ്ടായിരുന്നില്ല, മമ്മിയും അനിയന്മാരും, ഞാനാണ് വീട്ടിലെ മൂത്ത ആൾ. അപ്പോൾ ഡാഡി നാട്ടിലില്ലാത്തതുകൊണ്ടും പിന്നെ വീട്ടിൽ മുതിർന്ന ആളായതുകൊണ്ടും ഒത്തിരി റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു വീടിനകത്ത്. അതുകൊണ്ടൊക്കെ എല്ലാം കൂടി മമ്മിക്ക് എന്നെ വിട്ടു പോവുക അല്ലെങ്കിൽ ഞാൻ വിട്ടു പോകാമെന്ന് പറഞ്ഞാൽ മമ്മിക്ക് ഭയങ്കര വിഷമമായിരുന്നു. 10 കഴിഞ്ഞപ്പോൾ എന്നെ വിട്ടില്ല. +2 കഴിയട്ടെ, ഡാഡി വരട്ടെ എന്ന് പറഞ്ഞു. +2 കഴിഞ്ഞിട്ടും നടന്നില്ല. എന്നിട്ട് പിന്നെ ഡിഗ്രിക്ക് ഞാൻ സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂരിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് മമ്മിനോട് പറഞ്ഞ് PG കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ 10ാം ക്ലാസ് കഴിയുന്ന മൊമെൻറ്റിൽ പിന്നെയാണല്ലോ നമ്മൾ അടുത്ത് എന്താണെന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് ചിന്തിച്ചപ്പോൾ പോകാൻ പറ്റില്ല, വീട്ടില്ല. അത് നടന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ +2 സയൻസ് പഠിക്കാനായിട്ട് പോയി. അപ്പോൾ +1 +2 അങ്ങനെ പോയി പഠിച്ചുകൊണ്ടിരുന്നു. പിന്നെ +2 കഴിഞ്ഞ സമയത്ത് വീണ്ടും എൻ്റെ ഉള്ള തോട്ട് വന്നു, വിട്ടില്ല. പക്ഷേ ഈ സമയത്തൊക്കെ ഞാനിങ്ങനെ ഡയറിയിൽ ഞാനിങ്ങനെ എഴുതി വയ്ക്കുമായിരുന്നു, ഈശോയെ മമ്മി വിടുന്നില്ല എന്നെ, എങ്ങനെയെങ്കിലും ഒരു സിസ്റ്റർ ആക്കണേ, എങ്ങനെയെങ്കിലും. പക്ഷെ അത് പിന്നീട് ആ പഠനത്തിൻ്റെ ഒഴുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഇതിൽ അങ്ങനെ മറന്നു പോകുമായിരുന്നു. പക്ഷേ ആ മൊമെൻ്റ് ആകുമ്പോൾ പിന്നെ നമ്മളത് എങ്ങനെയെങ്കിലും ഓർക്കും, അല്ലെങ്കിൽ തമ്പുരാൻ അങ്ങനെ ഒരു തോട്ട് കൊണ്ടുവരും എങ്ങനെയെങ്കിലും. അപ്പോൾ ഡിഗ്രി കഴിയുന്ന സമയപ്പോൾ എന്നോട് ഇതുപോലെ പറയുമായിരുന്നു PG കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളത്. അതിൻ്റെ ഇടയിലൊരു ടേണിംഗ് പോയിൻ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വന്നത്, എനിക്ക് FCC കോൺഗ്രിഗേഷൻ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒത്തിരി കോൺഗ്രിഗേഷൻ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫിലിപ്പ് നേരി സിസ്റ്റേഴ്സിനെ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫിലിപ്പ് നേരി സിസ്റ്റേഴ്സിനെ തന്നെ ചൂസ് ചെയ്യാനായിട്ടൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളെ ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഏത് വിധേനയും അവിടെ എത്തിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരും. ഞാൻ ആ ഒരു ശക്തമായിട്ടുള്ള ദൈവത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇത്രയും നാളായിട്ടും മഠത്തിൽ പോകാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ള എൻ്റെ തോന്നൽ ശക്തമായിട്ട് വന്നപ്പം അതെൻ്റെ ഉള്ളിലൊരു വിങ്ങലായിട്ടിരുന്നത് ഒരു പക്ഷേ ദൈവം അറിഞ്ഞ് കാണുമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഞാനിങ്ങനെ പുറത്തേക്ക് പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പോകുമായിരുന്നു, പാട്ട്, ഡാൻസ് അങ്ങനെയൊക്കെ ആയിട്ട്. അതെനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റി വെക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ആർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എഴുത്താണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാടാനൊക്കെ ഒരു 6-7 കുർബാനയ്ക്കൊക്കെ ആണെങ്കിലും ഞാൻ പോകും. എനിക്കതിലൊരു വിഷമമില്ല. ചിലപ്പോൾ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്ലാസ് കട്ട് ചെയ്തിട്ടടക്കം ഞാൻ പോയിട്ടുണ്ട് പാടാനൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഞാൻ അറിഞ്ഞത് ഒരു ഒരു വർഷം മുമ്പ് തന്നെ എന്നെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ട് ഒരു വ്യക്തി എൻ്റെ ഇടവകയിൽ വന്ന് താമസമായി. പുള്ളി അവിടെ വീട് വെച്ചു, എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാനറിയാതെ എനിക്ക് ഫോണില്ല, എൻ്റെ മമ്മിയുടെ നമ്പർ തപ്പിപ്പിടിച്ചു. എന്നിട്ട് പിന്നെ എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഒരു ദിവസം ഞാൻ പെട്ടെന്ന് ആകസ്മികമായിട്ട് ഞാൻ കുർബാന കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഒരു പുള്ളി എന്നെ അപ്രോച്ച് ചെയ്തു. അയാൾ വന്നിട്ട് എന്നോട് അങ്ങനെ കല്യാണം ആലോചിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് അന്നേരം ഞാൻ ഇല്ല എന്ന് തുറന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അവിടെ നിന്ന് മൂവ് ചെയ്തു. പിന്നെ അയാൾ പറഞ്ഞു അതെനിക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ പ്രായത്തിൽ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ അയാൾ വന്നു, പ്രപ്പോസൽ നടത്തി. അപ്പം ഞാനത് വിട്ടു. അതോടുകൂടി തീർന്നു എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ ഞാനത് വീട്ടിൽ പോയപ്പോൾ എൻ്റെ മമ്മി എന്ന് പറഞ്ഞാൽ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അപ്പം എനിക്ക് പുറത്ത് അധികം ഒത്തിരി ഫ്രണ്ട്സൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും മമ്മിയോടെ ഷെയർ ചെയ്യാറുള്ളത്. മമ്മിയോട് പറഞ്ഞു, മമ്മിയും കേട്ടു. മമ്മിക്കൊരു ക്യൂരിയോസിറ്റി, ആരാണെന്ന് കാണണം എന്നൊരാഗ്രഹം. നമ്മൾ ആ പ്രായത്തിലൊക്കെ കാണുന്ന ഒരു പതിവ് ഇൻസിഡൻറ്റ് എന്നുള്ള രീതിയിൽ വിടാനാണ് ചിന്തിച്ചത്. പക്ഷേ പിന്നീട് അത് വലിയൊരു ഡിസ്റ്റർബൻസ് ആയി. ഒരു 1.5 വർഷത്തോളം ഞാൻ അതിൻ്റെ പേരിൽ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പോലീസ് കേസായി, ഇത്തിരി കംപ്ലൈൻ്റായി. എന്നെ പുറകെ നടന്ന് ഒത്തിരി ശല്യപ്പെടുത്തിയായിരുന്നു. അപ്പം പാട്ട് കേട്ടിട്ട് എന്നുള്ള രീതിയിൽ ആയിരുന്നു അയാൾ എന്നെ ഫോളോ ചെയ്തിരുന്നത്. ഞാൻ എവിടെ പോയാലും എന്നെ ഭയങ്കര ബുദ്ധിമുട്ടിക്കലായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഭീഷണി വരുമായിരുന്നു. അതായത് എവിടെ പോയാലും സിസ്റ്റർ ആവില്ല. ഒരു വട്ടം ഞാനിങ്ങനെ വഴിയിൽ കൂടെ പോകുന്ന സമയത്ത് വഴി ബ്ലോക്ക് ചെയ്ത് നിർത്തി എന്നോടും എൻ്റെ മമ്മിയോടും പറഞ്ഞു, ഞാൻ അവിടെ പോയിട്ട് ചരട് കിട്ടിയിട്ടുണ്ട്, സിസ്റ്റർ ആവില്ല, എവിടെ പോയാലും സമ്മതിക്കില്ല. അത്രയൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര പേടിയായി തുടങ്ങി. പ്രത്യേകിച്ച് എനിക്ക് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ മമ്മിക്ക് അന്ന് ഡാഡി നാട്ടിലുണ്ടായിരുന്നില്ല. മമ്മിക്കത് വല്ലാത്തൊരു ഫിയർ ഫാക്ടറായി. പിന്നെ ആ ഒരു ഫിയർ ഫാക്ടർ ശരിക്കും മമ്മീനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തു. പിന്നെ നമുക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റാത്തൊരവസ്ഥയെ ശരിക്കും പറഞ്ഞാൽ അത് വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്. അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, റിൻസി മോളെ എനിക്ക് പേടിയാവുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ ഇവിടെ ഒന്നും പോകണ്ട, ഇവിടുത്തെ അടുത്തപ്പുറത്തുള്ള മഠത്തിലൊന്നും പോകണ്ട, ഒത്തിരി ദൂരേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ആക്ച്വലി ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നൊരു കോൺഗ്രിഗേഷനും കൂടി ആയിരുന്നത്. മമ്മി തന്നെ എന്നോട് പറഞ്ഞു, ഈ കോൺഗ്രിഗേഷൻ നീ ഇങ്ങോട്ട് പോയാൽ മതി എന്നു പറഞ്ഞു. അപ്പോൾ മമ്മിയുടെ ഇഷ്ടം കൂടി ആയിരുന്നു ഈ കോൺഗ്രിഗേഷൻ വരുന്നത്. പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ കുറച്ചും കൂടിയും ആപ്റ്റായിട്ട് എനിക്ക് തോന്നി ഈ ഒരു കോൺഗ്രിഗേഷൻ ആണെന്നുണ്ടെങ്കിലും. അതുകൊണ്ടൊക്കെ കൂടിയിട്ടാണ് ഞാൻ ഈ കോൺഗ്രിഗേഷൻ ചൂസ് ചെയ്തത്. ജീവിതത്തിൽ അങ്ങനെ വളരെ ആകസ്മികമായിട്ടുണ്ടായ ആ ഒരു സംഭവം കുറച്ച് വേദനിപ്പിച്ചെങ്കിലും മമ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ആ ഒരു എതിർപ്പിനെ മറികടക്കാനായിട്ട് പറ്റിയെന്ന് പറഞ്ഞു. കാരണം വീട്ടിൽ മുതിർന്ന കുട്ടിയാണ്, അത് പെൺകുട്ടിയാണ്, താഴെയുള്ള 2 പേരും ആൺകുട്ടികളാണ്. അവരും ഓൾറെഡി സഭയിൽ ചേരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അപ്പം മമ്മിയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു എതിർപ്പിനെ മറികടക്കാൻ പറ്റി. എന്തായിരുന്നു പപ്പയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? മമ്മിയുടെ ഭാഗത്തുനിന്ന് എതിർപ്പ് അല്ല, ശരിക്കും പറഞ്ഞാൽ മമ്മിക്ക് സങ്കടമായിരുന്നു ഞാൻ പോകുന്ന കാരണം കൊണ്ട്. മക്കൾ എന്താ ആഗ്രഹിക്കുന്നോ ഞങ്ങൾക്ക് 3 പേർക്കും പോകാൻ ഇഷ്ടമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഒരു 5ാം ക്ലാസ്സൊക്കെ തൊട്ട് 5ാം ക്ലാസ് വരെ ഞാൻ എൻ്റെ മമ്മിയുടെ വീട്ടിലായിരുന്നു. എൻ്റെ ഒരു 5ാം ക്ലാസ് ആയോട് കൂടിയിട്ട് ഈ പറഞ്ഞ എൻ്റെ കൊട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ വരികയാണ്. പിന്നീട് എപ്പോഴും പള്ളിയുടെ അടുത്തായതുകൊണ്ട് പള്ളിയിലേക്ക് ദിവസം പോയി വരാനായിട്ട് അത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. അങ്ങനെയാണ് ഞങ്ങൾ പള്ളിയൊക്കെ ആയിട്ട് അടുക്കുന്നതും ദൈവിക കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇടപെടുന്നതും അങ്ങനെയാണ് കൂടുതൽ അടുത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മിക്ക് ഞങ്ങൾ 3 പേരും ഇപ്പം അച്ഛന്മാരാവണം, സിസ്റ്റർ ആവണം എന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ എതിർപ്പുണ്ടായിരുന്നില്ല. മക്കൾ നല്ല രീതിയിൽ വരണം, വഴിതെറ്റി പോകരുത്, അങ്ങനെ മമ്മി ശക്തമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ അതേസമയം തന്നെ 3 പേരും പോവാന്ന് പറയുമ്പോൾ വീട്ടിലാരും ഇല്ലാതെ വരുമ്പോഴുള്ള ഒരവസ്ഥ ഓർത്തിട്ട് മമ്മിക്ക് ഡാഡിക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഡാഡി പുറത്തായതുകൊണ്ട് ഡാഡീനൊക്കെ കൂടുതൽ മമ്മീനെ അത് ബാധിച്ചിരുന്നത്.
അപ്പോൾ ആ ഒരു വിഷമം മമ്മിക്ക് ഭയങ്കരമായിട്ട് മമ്മീനെ അങ്ങനെ അലട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് താഴെയുള്ള അനിയൻ അവൻ എന്നെക്കാൾ മുമ്പ് പോയി സെമിനാരിയിൽ. അവനിപ്പോൾ പ്രീസ്റ്റായി ഓൾറെഡി 2 വർഷം കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാനും എൻ്റെ ഏറ്റവും താഴെയുള്ള അനിയനും പോകുന്നത്. അപ്പോൾ അവൻ പോയി, പിന്നെ ഓൾറെഡി താഴെയുള്ള അനിയൻ പോകാൻ നിൽക്കുന്നു. പിന്നെ ഒറ്റ മോള് ഞാനും പോകുന്നു. അപ്പോൾ വീട് പിന്നെ കംപ്ലീറ്റ് ശൂന്യമാവുകയാണല്ലോ. മമ്മി ഭയങ്കര ടോക്കറ്റീവായിട്ടുള്ള ആളാണ്. അപ്പോൾ മമ്മിക്ക് ഞങ്ങൾ ആരുമില്ലാതെ വരുമ്പോഴുള്ള അവസ്ഥ കൊടുത്തിട്ട് മമ്മിക്ക് അന്ന് തന്നെ ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ടുള്ളൊരു വിഷമമായിരുന്നു. അല്ലാതെ ഞങ്ങൾ പോകുന്നതുകൊണ്ട് മമ്മിങ്ങനെ എതിർപ്പല്ല, പക്ഷേ ആ ഒരു വിഷമം. പക്ഷേ മമ്മിക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസിഡൻ്റ് ഉണ്ടല്ലോ, അതിനോടുകൂടി മമ്മിക്ക് ഒരു ഉറച്ച ബോധ്യമാവുകയാണ് ചെയ്തത്. അത് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട്, ദൈവം എന്നൊരു ദൈവവിളി ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് വിധേനയും തമ്പുരാൻ എടുത്ത് കൊണ്ടുപോയിരിക്കുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. ഞാൻ വീടിൻ്റെ പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാതെ കിടന്ന് കരഞ്ഞിട്ടുള്ള ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അത് അന്നും എത്ര പേർക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിൽ നാട്ടിലുള്ളവർക്കാണെങ്കിൽ എത്ര പേർക്ക് അറിയായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. ഒരു 19 വയസ്സിൻ്റെ ഒരു പെങ്കൊച്ച് കടന്നു പോകുന്ന ആ ഒരു മാനസികാവസ്ഥ. ഞാനാണെങ്കിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പം വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റാതെ കിടന്ന് കരഞ്ഞുള്ള ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു വട്ടം ഞാൻ സഹിക്കാൻ പറ്റാണ്ടപ്പോൾ അമ്മയോട് പറഞ്ഞു, ഇന്നാളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ അയാളെ ശല്യം അത്രയും ഭയങ്കരമായപ്പോൾ വേറെ വല്ല പെമ്പിള്ളേരാണെങ്കിൽ അങ്ങനെ ചെയ്തേരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയും ബുദ്ധിമുട്ടായിരുന്നു. അപ്പം മമ്മിക്കും ഇത് കണ്ടപ്പോൾ ശല്യം ഇങ്ങനെ ദിവസം അങ്ങനെ കൂടി കൊണ്ടുവരിക. അപ്പോൾ മമ്മിക്ക് അതിലും ഞാൻ മമ്മിയോട് പറഞ്ഞു, ഇതിലൊരു ദൈവത്തിൻ്റെ ഇടപെടലില്ലേ, ഞാൻ മമ്മിയോട് അങ്ങനെ ചോദിച്ചു. മമ്മിക്കും അങ്ങനെ ബോധ്യമായി തുടങ്ങുമായിരുന്നു. അത് തമ്മിലത് കൊണ്ടുപോയിരിക്കും വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ. കാരണം മമ്മിക്ക് മനസ്സിലായി. പിന്നീട് മമ്മി പറഞ്ഞിരുന്നത് ഡിഗ്രി കഴിയട്ടെ, PG കഴിയട്ടെ. PG എന്ന് പറയുമ്പോൾ 2 കൊല്ലം കൂടി കഴിയും. മമ്മിക്ക് മനസ്സിലായി പിന്നെ നീട്ടി കൊണ്ടുപോകുന്നതിൽ കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ മമ്മി എന്നെ വിടുമായിരുന്നു. എൻ്റെ ഡാഡിയുടെ കാര്യം എന്ന് പറയുമ്പം ഈ ഒരു ഇൻസിഡൻറ്റിനോട് കൂടിയിട്ട് ഞാൻ ഡാഡിയോട് നാട്ടിലേക്ക് പോരാൻ പറഞ്ഞു. പിന്നെ എനിക്ക് പോകണമായിരുന്നു, എൻ്റെ ജീവിതം എനിക്ക് തിരഞ്ഞെടുക്കണമായിരുന്നു. അപ്പം ഇനി ഒത്തിരി നീട്ടിക്കൊണ്ട് പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലായിരുന്നു. 10 കഴിഞ്ഞിട്ട് ഡാഡി പറഞ്ഞത് ഞാൻ വരട്ടെ എന്നിട്ട് മതി എന്നായിരുന്നു. +2 കഴിഞ്ഞപ്പോഴും പറഞ്ഞു ഞാൻ വരട്ടെ എന്നിട്ട് മതി എന്നായിരുന്നു. ഡിഗ്രി കഴിഞ്ഞു. അപ്പം ഇനി ഏകദേശം കാര്യങ്ങൾക്ക് തീരുമാനമാക്കണം എന്നുള്ളത് തമ്പുരാനൊരു സിഗ്നൽ തരുന്ന പോലെ എനിക്ക് തോന്നി തുടങ്ങി. ഞാൻ ഡാഡിയോട് പറഞ്ഞു, ഡാഡി നാട്ടിലേക്ക് വായോ, എനിക്ക് പോകണം. എനിക്ക് താഴെയുള്ള അനിയൻ ഓൾറെഡി പോയി, ഞാൻ പോകാൻ നിൽക്കുവാണ്. പിന്നെ താഴെയുള്ള അനിയൻ എൻ്റെ കൂടെ പോരാൻ നിൽക്കുവാണ്. അപ്പോൾ പിന്നെ വീട്ടിൽ മമ്മി തന്നെയാവും. പിന്നെ ഈ ഒരു ഇഷ്യൂ അപ്പോൾ എന്നെക്കൊണ്ടും മമ്മിയെക്കൊണ്ടും തന്നെ ഡീൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആയി തുടങ്ങി. ഡാഡി നാട്ടിൽ വന്നു. പിന്നെ ഡാഡി ഡയറക്റ്റ്ലി പോയിട്ട് അയാളോട് സംസാരിച്ചൊരവസ്ഥ ഉണ്ടായി. എൻ്റെ മമ്മിയുടെ ആങ്ങളെ ഇടപെട്ടൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും അങ്ങനെ അത് സോൾവ് ആയില്ല. അത് ഭയങ്കരമായിട്ട് കൂടി വരിക ചെയ്തു. പിന്നെ പോലീസിൽ കേസ് കൊടുക്കേണ്ടി വന്നു, കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ എന്നോട് ഒത്തിരി പേര് പറഞ്ഞു പോലീസിൽ കേസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഒന്നാമത് മടത്തി പോകാനിരിക്കുകയാണ്. പിന്നെ നമ്മൾ കരുണയെക്കുറിച്ച് പ്രഘോഷിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഒരു വിട്ടുവീഴ്ചയാകാം എന്നുള്ള രീതിയിൽ നിന്നു. പക്ഷേ വിട്ടുവീഴ്ച കൊണ്ടൊന്നും അത് സോൾവ് ആവുന്നൊരു ലക്ഷണം കണ്ടില്ല. അപ്പോൾ നിയമം ദൈവം തന്നു തന്നെയാണല്ലോ. അപ്പോൾ എനിക്കും വേണ്ട കേസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് നിൽക്കാവുന്ന ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു പോയായിരുന്നു. ഡാഡി കേസ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. അത് പിന്നെ പോലീസിൽ കേസായി. ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു കേസ് നിലനിൽക്കുമ്പോഴാണ് ഞാൻ മടത്തി പോകുന്നത്. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് ഓൾറെഡി എൻ്റെ മദർ ജനറലോടും സിസ്റ്റർ ലിസേത്ത, പിന്നെ അന്നത്തെ ഡെലിഗേറ്റ് സുപ്പീരിയർ സിസ്റ്റർ സിൽവിയ, ഒത്തിരി സിസ്റ്റേഴ്സ് എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കാര്യം ഞാൻ മഠത്തിൽ പറഞ്ഞതിന് ശേഷം ഞാൻ കോൺവെൻറ്റിൽ ചേരുമായിരുന്നു. പക്ഷെ അന്നേരം മമ്മിക്ക് പേടിയായിരുന്നു. ഞാൻ മഠത്തിൽ ചേരുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഇന്ന കോൺഗ്രിഗേഷനിലാണ് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുള്ള ഇന്ന മഠത്തിലാണ് ഞാൻ പോകുന്നത്, ഞാൻ അവിടെ ആർക്കും പബ്ലിസിറ്റി കൊടുത്തില്ല എന്നുള്ള വാസ്തവമാണ്. കാരണം അതറിഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി വരും, ശല്യപ്പെടുത്തും എന്നുള്ള കാര്യം എനിക്കും വീട്ടുകാർക്കും ഉറപ്പായിരുന്നു. അപ്പോൾ മമ്മിക്ക് അതൊക്കെയായിരുന്നു മെയിൻ കൺസേൺസ് ആ സമയത്ത്. പിന്നെ ഞാൻ മഠത്തിൽ പോയതിന് ശേഷം ഇയാൾ എന്നെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ കോൺവെൻറ്റിലെ ഒരു സിസ്റ്ററിനെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനെ ചുറ്റിപ്പറ്റി പിന്നെയും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ഓഫീഷ്യേറ്റ് കയറിയ സമയത്തായിരുന്നു എൻ്റെ കേസ് പിൻവലിച്ചു. കാരണം സമൻസ് വന്നു. മമ്മിയും ഡാഡി എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. മമ്മിയും ഡാഡിയും പോയിട്ട് അത് കേസ് പിൻവലിക്കുന്നു. പിന്നെ എൻ്റെ പ്രൊഫഷൻ അങ്ങനെയെല്ലാം നന്നായിട്ട് പോയി. സിസ്റ്ററോടുള്ള സൗഹൃദ സംഭാഷണത്തിൽ നിന്നും ചെറുപ്പകാലത്ത് വളരെ ഫാഷൻ സെൻസ് ഉള്ള ഒരാളായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ചെറിയ പ്രായത്തിൽ ഇടുന്ന ഡ്രസ്സുകളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം,
ഞാൻ പറയുന്ന ടൈപ്പ് ഡിസൈനിലുള്ളതായിരിക്കണം. അങ്ങനെ ആ കാലഘട്ടത്തിൽ അവിടെയുള്ള നാട്ടിലെല്ലാവരുടെയും ഒരു റോൾ മോഡലായിരുന്നു ഡ്രസ്സിങ് സെൻസിൽ സിസ്റ്റർ. അപ്പോൾ അതും ഈ കോൺഗ്രിഗേഷൻ്റെ യൂണിഫോമും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അത് നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കണം. എന്നാൽ ഒത്തിരി കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടല്ല, നല്ല രീതിയിൽ നല്ല പ്രസൻറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നല്ല സ്റ്റൈലിഷൊക്കെ ആയിട്ട് നടന്നിരുന്ന ഒരാളാണ് ഞാൻ. വീട്ടിലാണെന്നുണ്ടെങ്കിൽ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ട് അങ്ങനെ ശീലിച്ചത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് നാട്ടിൽ. ഡിഗ്രി സെൻറ്റ് തോമസ് കോളേജിലായിരുന്നു. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ ഡ്രസ്സ് ചെയ്യുമായിരുന്നു. അത് എനിക്ക് എല്ലാത്തിലും ഞാനൊരു വെറൈറ്റി കണ്ടെത്തുമായിരുന്നു കേട്ടോ. അന്നൊക്കെയാണ് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ മമ്മിയുടെ സാരിയൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് ഞാനിങ്ങനെ ആലോചിക്കും. എന്നിട്ട് ഒരു രീതിയിൽ ഞാൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് വരയ്ക്കും. വരച്ചിട്ട് ഞാനത് തയ്ക്കാനടുത്ത് കൊണ്ടുപോയി കൊടുക്കും. എനിക്കിഷ്ടപ്പെട്ടൊരു തയ്യൽ കട ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചേച്ചിമാരോട് ഞാൻ പറയും, ഇങ്ങനെ വരണം, ഇവിടെ അങ്ങനെ വരണം, ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ രീതിയിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് അവർ ആ രീതിയിൽ എനിക്ക് തയ്ച്ചു തരും. അന്ന് കാലത്തൊന്നും ചിലപ്പോൾ അത് ആരും അങ്ങനെ കണ്ടിട്ടില്ലാത്ത ചില മോഡലുകളൊക്കെ ആയിരിക്കും. പിന്നെ അത് ഡ്രസ്സ് ഞാൻ പിന്നെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ മോഡലൊന്ന് തരുമോ, ഞങ്ങൾക്ക് അടിക്കാനാന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരനോട് ചോദിക്കാറുള്ളതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതാണെങ്കിലും ഞാൻ ഒത്തിരി കളർഫുള്ളായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു എൻ്റേത്. ഇപ്പോൾ സെൻറ്റ് തോമസ് കോളേജിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് യൂണിഫോമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ നല്ലൊരു സ്റ്റൈലിഷൊക്കെ ആയിട്ട് നടന്നിരുന്നൊരു കാലഘട്ടം തന്നെയായിരുന്നു അത്. ഈ ആ ചോദ്യത്തിൽ ഞാൻ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അന്ന് എനിക്ക് ആ 19 വയസ്സുള്ള പ്രായത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അയ്യോ എപ്പോഴും ഈശോ 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 അങ്ങനെ പറഞ്ഞ് നടന്നിരുന്ന ഒരാളല്ലായിരുന്നു ഞാൻ. പക്ഷേ എങ്കിലും നമ്മുടെ മോട്ടിവേഷൻ അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മോട്ടിവേഷൻ ആയിരിക്കില്ല പിന്നീട് നമ്മൾ ഒരു 10-20 വർഷം കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുക. അന്ന് ഈ ഫിലിപ്പ് നേരി കോൺഗ്രിഗേഷൻ ചൂസ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞൊരു കാരണമായത്, എനിക്ക് ഉടുപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് വൊക്കേഷൻ ക്യാമ്പിന് പോയപ്പോൾ, +2 കഴിഞ്ഞ് വൊക്കേഷൻ ക്യാമ്പിന് പോയപ്പോൾ ഒക്കെ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ ഒരു ഡ്രസ്സിൻ്റെ മോഡലും അതിനേക്കാൾ ഉപരിയായിട്ട് ആ ഡ്രസ്സ് ഇട്ട് കണ്ട സിസ്റ്റേഴ്സ്, അവരുടെ ആ ഒരു ചൈതന്യം, അവരുടെ ഒരു സന്തോഷം എന്നല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ആഹ്ലാദം, ആ ഒരു പ്രസരിപ്പും അത് എന്നെ വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്തായിരുന്നു. അത് ഞാൻ ഒരു ഫിലിപ്പ് നേരിയുടെ ജോയ്, ഒരു ഫിലിപ്പ് നേരി പകർന്നു തരുന്ന ജോയ് എന്ന് പറയുന്ന ഒരു പുണ്യത്തിനോട് തന്നെ ഞാൻ ബന്ധിപ്പിക്കുന്നത്. അപ്പം എല്ലാം കൊണ്ടും അതെന്നെ അട്രാക്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അന്നത്തെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിനോട് അല്ലെങ്കിൽ ഈ ഒരു മോഡൽ ഡ്രസ്സിനോട് തോന്നിയ ഒരു അട്രാക്ഷനല്ല പക്ഷേ ഇന്നിപ്പോൾ എനിക്കുള്ളത്. അന്ന് 19 വയസ്സിൽ ഞാൻ ഈ കോൺഗ്രിഗേഷൻ ചൂസ് ചെയ്യുമ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സാണ് അല്ലെങ്കിൽ ഈ ഒരു ഉടുപ്പിൻ്റെ സ്റ്റൈലാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ എൻ്റെ ആ മോട്ടിവേഷൻ മാറും. അങ്ങനെയാണ് നമ്മൾ സൈക്കോളജിയിലൊക്കെ പഠിക്കുന്നത്. മോട്ടിവേഷൻ എപ്പോഴും നമുക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നൊക്കെ ആണെങ്കിലും കുറച്ചും കൂടിയും അന്നത്തേക്കാൾ ഉപരിയായിട്ട് ഒരു ദൈവത്തിനോട് അടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അന്നത്തെ ആ മോട്ടിവേഷനല്ല ഇന്ന് എനിക്ക് തീർച്ചയായിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും പക്ഷേ അന്ന് കാലഘട്ടത്തിൽ അന്നെനിക്ക് ഒരു ദൈവവിളി അല്ലെങ്കിൽ അടുക്കാനായിട്ടൊരു കാരണം ആയിട്ടുണ്ട് തീർച്ചയായിട്ടും. മോക്ഷം പകർന്ന മാർഗം മറന്നു പോകാൻ ഇടവരല്ലേ, സാക്ഷ്യം ചൊരിഞ്ഞു നീങ്ങാൻ സ്തുതിച്ചു വാഴ്ത്താൻ വരം തരേണേ. നീ ജീവന്റെ മാർഗം, നീ പ്രാണന്റെ നാളം, അനന്ത സ്നേഹം, മോക്ഷം പകർന്ന മാർഗം മറന്നു പോകാൻ ഇടവരല്ലേ. സിയോൻ വയലിലെ ശോഷന്ന പൂവ് പോൽ ശാന്തമായി നിന്നാമം വാഴ്ത്താം. താബോർ മലയിലെ മേഘങ്ങളായി നിൻ മഹിമതൻ മാധുര്യം നുകരാം. നിന്റെ പാവന ജീവിതം പ്രാർത്ഥനാമൃത നിർഭര
വരും എൻ്റെ മാതൃകയാക്കുവാൻ നിൻ പൈതൃകമേകണേ പ്രപഞ്ചനാഥ. മോക്ഷം പകർന്ന മാർഗം മറന്നു പോകാൻ ഇടവരല്ലേ. ഓർശലേം വീഥിയിൽ പൂക്കുന്ന പുണ്യമേ രക്ഷക നീ എൻ്റെ ഭാഗ്യം. ശാലോം പാട്ടുകൾ എന്നെന്നും പാടുവാൻ അക്ഷയ കാരുണ്യമേകൂ. അലിവിഴന്നിൻ ഹൃത്തിലെ ഒലിവു ശാഖയിൽ പാർക്കുവാൻ ചെറുകുരുകിൽ പക്ഷിയായി ഞാൻ കാത്തു നിൽക്കയായി പ്രപഞ്ചനാഥ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടത്തിൽ നിന്നും ആരംഭിച്ച ഒരു സന്യാസിനി ജീവിതം ഇപ്പോൾ കൂട്ടിന് ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, എഴുത്തുണ്ട്, അതുപോലെ സഭ അറിഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നിന്നും ബോധ്യങ്ങളിൽ ഒത്തിരി വ്യത്യാസം വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള കഴിവുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ബോധ്യങ്ങളിലും ഒത്തിരി ഉൾക്കാഴ്ചകൾ വേറെ കിട്ടിയിട്ടുണ്ടാവും? അതെങ്ങനെയായിരുന്നു? അങ്ങനെ ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? അത് ഒത്തിരി ബോധ്യങ്ങൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം. കാരണം ഇപ്പം എൻ്റെ പ്രൊഫഷൻ 2020 ഇപ്പം ഒരു 6-7 വർഷമായി. ഇപ്പം എൻ്റെ ഫൈനൽ പ്രൊഫഷൻ ഈ വരുന്ന ജനുവരിയിൽ വരുന്നുള്ളൂ. ഞാൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് മടത്തി പോകുന്ന ആളാണ്. ഡിഗ്രി കഴിഞ്ഞ് 1 വർഷം കൂടി കഴിഞ്ഞിട്ട് എനിക്ക് മടത്തി പോകാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ബോധ്യങ്ങളോട് കൂടെ തന്നെയാണ് മടത്തി പോന്നിട്ടുള്ളത്. തികച്ചും ഇപ്പം ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പം ചിലർക്ക് ഇപ്പോഴും ചില വിചാരമുണ്ട്, നേർച്ച കോഴിയാണെന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നതൊക്കെ കാണുമ്പോൾ ചിലർക്ക് വിചാരമുണ്ട് നേർച്ച കോഴിയാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മടത്തിയെ പോയത്, എന്തിനാണ് വെറുതെ മടത്തിയെ പോയത് എന്നൊക്കെ അങ്ങനെ ഒരു ചോദ്യങ്ങൾ. അല്ലെങ്കിൽ വല്ല ഡിപ്രഷനായിട്ടാണോ മടത്തിയെ പോയത്. അപ്പോൾ ചിലരുടെ വിചാരം എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയോ ഉപേക്ഷിച്ച് എന്താ പറയുക എല്ലാം വന്ന് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് മടത്തിയെ പോവാണ്. അങ്ങനെ ചിലർക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബോധ്യങ്ങളുടെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ സന്യാസം എന്താണെന്നറിയാത്തതുകൊണ്ടോ ഒന്നുമല്ല അപ്പം ഞാൻ വന്നിട്ടുള്ളത്. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ 19 വയസ്സുകാരിക്ക് അട്രാക്റ്റ് ചെയ്യാവുന്ന 19 വയസ്സുകാരനെ അട്രാക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും പുറമെ കാണപ്പെടുന്ന ആ ഒരു അപ്പിയറൻസ്, ഒരാളുടെ അപ്പിയറൻസ്. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ ഫിലിപ്പിനേരി സിസ്റ്റേഴ്സിന് നമുക്ക് കാണുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആ ഡ്രസ്സ് എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ മുഖം വരിപ്പിച്ച് നടക്കുന്ന ഒരാളാണ്. ഒരു സന്തോഷമില്ലാണ്ട് ഇങ്ങനെ ആരോടും മിണ്ടാണ്ട് അല്ലെങ്കിൽ ഒരു കരടും കാണിക്കാതെ ഒരു ഇടപെടാൻ പറ്റാത്ത രീതിയിൽ നടക്കുന്ന ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ കോൺഗ്രിഗേഷനിൽ ചേരാനോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ജീവിക്കാനോ നമുക്ക് തോന്നില്ല. എന്നെ എഫക്റ്റ് ചെയ്ത ഒത്തിരി ഫാക്ടേഴ്സിൽ ഒരെണ്ണമാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് എന്നുള്ളത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് സിസ്റ്റേഴ്സ് ഇടപെടുന്ന രീതി, അവരുടെ ഒരു വിശുദ്ധമായിട്ടുള്ള ആനന്ദം, അതാണ് എന്നെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ഡിഗ്രി കഴിഞ്ഞ് സാധാരണ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെ കൂടുതൽ പേരും അച്ഛന്മാരാകാനും സിസ്റ്റർമാരാകാനൊക്കെ പോകാറ്. പക്ഷെ ഞാൻ ഇരുന്ന് ചിന്തിച്ചിട്ട് തന്നെയാണ് ഞാൻ പോന്നിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് മാത്രമല്ല, ഒത്തിരി ബോധ്യങ്ങൾ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് പോരുമ്പോഴാണെന്നെങ്കിലും നടത്തി പോരുമ്പോഴാണെന്നുണ്ടെങ്കിലും എനിക്കറിയാം ഇപ്പം ഞാൻ ഡാൻസ് ചെയ്യും, പാട്ട് പാടും. എന്നോട് ചോദിച്ചു, വെറുതെ എന്നോട് പോകുന്ന സമയത്ത് പലരും ചോദിച്ചായിരുന്നു, വെറുതെ പോകണോ, എന്തിനാ വെറുതെ ഇങ്ങനെ പോകുന്നത്, ഇപ്പം നീ നടക്കുന്ന പോലെ നിങ്ങൾ നടത്തി പോയാൽ നടക്കാൻ പറ്റുമോ? പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് വന്ന ചോദ്യവും അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും കഴിവുകൾ ഉണ്ടായിട്ട് ഞാൻ പോയിട്ട് തമ്പുരാന് വേണ്ടി വേല ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കും അതിനൊക്കെ കൂടുതൽ ചെയ്യാൻ പറ്റുക? ആ ഒരു ക്വസ്റ്റ്യനായിരുന്നു എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ചിന്തിച്ചിട്ട് തന്നെയാണ് ഞാൻ മഠത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും എൻ്റെ സിസ്റ്റേഴ്സ് എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ, ഇപ്പോൾ ഞാൻ ഈ കോൺഗ്രിഗേഷന് പുറത്തായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇതുപോലെ ഇത്രയും വരെ എൻ്റെ ഈ പ്രായം വരെ ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്ക് കോൺഗ്രിഗേഷന് പുറത്തുനിന്ന് ചെയ്യാൻ പറ്റില്ലായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് ഉണ്ടായ നന്മകൾക്കും എന്നിലൂടെ മറ്റുള്ളവർക്ക് ഉണ്ടായ നന്മകൾക്കും ഫിലിപ്പിനേരി കോൺഗ്രിഗേഷൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി പ്രചോദനങ്ങളും സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ വേറെയും
ഒട്ടനവധി ഉൾക്കാഴ്ചകളും ബോധ്യങ്ങളും തന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഈ കോൺഗ്രിഗേഷൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഒത്തിരി യൂത്തിനെ സഹായിക്കാൻ പറ്റുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു സൈക്കോളജിക്കൽ കൗൺസിലറാണ്. അപ്പോൾ കൗൺസിലിംഗ് എന്നുള്ള രീതിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ സപ്പോർട്ടായിട്ട് ഈ പ്രായത്തിലെ യൂത്തിൻ്റെ കൂടെ നിന്ന് അവരിൽ ഒരാളായിട്ട് അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ട രീതിയിൽ അവരുടെ വളർച്ചയ്ക്ക് വേണ്ട ചെയ്തു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാനിപ്പം പിന്നെ കടുകുമണി മാഗസിനിൽ കുട്ടികൾക്ക് വേണ്ടി ചിത്രകഥ എഴുതുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം എഴുതി, ഈ വർഷം അടുത്തത് എഴുതി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിലവിൽ ഒരു പാട്ട് എഴുതുന്നുണ്ട്, അതിന് കമ്പോസ് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ തിരക്കിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഒത്തിരി കാര്യങ്ങൾക്ക് തമ്പുരാൻ ഇപ്പം എനിക്ക് അവസരങ്ങൾ തരുന്നുണ്ട്. സിസ്റ്ററിന് ഇപ്പോൾ ഒത്തിരി കഴിവുകളുണ്ട്. അതൊക്കെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയും എസ്പെഷ്യലി സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി സിസ്റ്റർ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് ഒത്തിരി നെഗറ്റീവ് കമൻറ്റുകൾ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും നിരുത്സാഹപ്പെടുത്താനുള്ള സാധ്യതകൾ ഒത്തിരി കൂടുതലാണ്. ഏറ്റവും റീസെൻ്റായിട്ട് സിസ്റ്റർ പോസ്റ്റ് ചെയ്ത ഒരു ഡാൻസ് വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നതാണ്, 2 വള്ളത്തിൽ കാല് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, സിസ്റ്ററായിട്ട് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഇടുങ്ങിയ ചിന്താഗതികളോട് അല്ലെങ്കിൽ അത്തരത്തിൽ വരുന്ന നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളോട് ഉള്ള സിസ്റ്ററിൻ്റെ അപ്രോച്ച് എങ്ങനെയാണ്? എന്തായിരിക്കും അവരോട് പറയാനുള്ള ഒരു മറുപടി? ആ ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 2 വള്ളത്തിൽ കാല് ചവിട്ടി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക എന്നുള്ള രീതി. അതിന് ഒരു റിപ്ലൈയും ഞാനതിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനത്തെ കമൻറ്റ് വരുന്നത് ഒത്തിരി എന്നെ ചിന്തിപ്പിക്കാറുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ ഡൗൺ ആവാറുണ്ട് കാണുമ്പം. പക്ഷേ പിന്നെ ഇപ്പം ചിലതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ചിലതിന് ഞാനൊരു റിപ്ലൈ കൊടുക്കാറില്ല. എനിക്ക് സിസ്റ്റേഴ്സ് ആണെങ്കിൽ, അച്ഛന്മാരാണെന്നുണ്ടെങ്കിൽ ഡാൻസ് കളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നത് സന്യാസത്തിന് ചേരുന്നതല്ല എന്നൊക്കെ കൺസെപ്റ്റ് എന്നതൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. പക്ഷേ എനിക്ക് അത് അങ്ങനൊരു കമൻറ്റ് വന്നതുകൊണ്ട് തന്നെ എനിക്ക് അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതോ ഒന്നും അവസാനിപ്പിക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് ആളുകൾക്ക് ഉതപ്പ് കൊടുക്കുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനതിനെ തെറ്റായിട്ട് കാണുന്നുള്ളൂ. പിന്നെ ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഒരു അച്ഛൻ അങ്ങനെ ഒരു സന്യാസം സ്വീകരിച്ച ഒരാൾ അങ്ങനെ ഒരു കാര്യം ഡാൻസോ പാട്ടോ അങ്ങനെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ജഡ്ജ് ചെയ്യാനായിട്ട് ആർക്കും ഒരു അവകാശമില്ല. പിന്നെ എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് അത് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ, അയാൾക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഞാൻ എന്ത് ഉദ്ദേശത്തിലാണ് ഞാനത് പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് അതിനെക്കുറിച്ച് ജഡ്ജ്മെൻ്റ് ഇറക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ അതിനോടൊരു പ്രതികരണം കൊടുക്കാനോ ഒന്നും മറ്റൊരാൾക്ക് അവകാശമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ബോധവാനാവേണ്ട കാര്യമില്ല. സുവിശേഷം പ്രഘോഷിക്കാനുള്ള ആണ് എൻ്റെ ചിന്ത എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് ദൈവവും പിന്നെ എൻ്റെ അധികാരികളും എൻ്റെ വശത്തുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല. സിസ്റ്റർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലാണ്, യുവാക്കളുടെ ഇടയിലാണ്. എങ്ങനെയാണ് അവരുടെ ഒരു പൾസ്? അത് സിസ്റ്ററിന് കൃത്യമായിട്ട് മനസ്സിലാവും, കാരണം സിസ്റ്റർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നുണ്ട്, ഒരു അക്കാഡമിക് കോർഡിനേറ്ററാണ്, അതിൻ്റെ കൂടെ തന്നെ ഒരു സൈക്കോളജിക്കൽ കൗൺസിലറും കൂടെയാണ്. ഇപ്പോഴത്തെ യുവാക്കൾക്ക് ദൈവത്തോടുള്ള സമീപനം എങ്ങനെയാണ്? ഒരു 2 വർഷമായിട്ട് ഞാനിപ്പം നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഡോൺ ബോസ്കോ കോൺഗ്രിഗേഷനിൽ ഇപ്പം ധർമ്മലാഗൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അക്കാഡമിക് കോർഡിനേറ്റർ പ്ലസ് സൈക്കോളജിക്കൽ കൗൺസിലറായിട്ട് ഞാൻ വർക്ക് ചെയ്യണം. അതിനു മുമ്പ് ഞാൻ യൂത്ത് കൗൺസിലിങ്ങിൻ്റെ ഫീൽഡിൽ തന്നെയായിരുന്നു. ഞാൻ ഇപ്പം തുടർച്ചയായിട്ട് യൂത്തിൻ്റെ കൂടെ ആയതുകൊണ്ട് ഒരു കണ്ടുവരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രവണത എന്ന് പറയുമ്പം എല്ലാവരും നമുക്കറിയാം ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ മോഡൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അത് യുവാക്കൾ എന്നല്ല, നമ്മളെല്ലാവരും തന്നെ എല്ലാവരും. അപ്പോൾ പ്രാർത്ഥിക്കുക,
ക്ഷമയോട് കൂടെ തമ്പുരാന് വേണ്ടി കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. അതിൻ്റെ മഹത്വം എന്താണെന്നോ അല്ലെങ്കിൽ അത് തമ്പുരാൻ എങ്ങനെ പ്രവർത്തിക്കുന്നുള്ളോ എന്ന് നമുക്ക് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനസ്സോ അല്ലെങ്കിൽ ആ ഒരു രീതിയോ അല്ല ഇന്നത്തെ കുട്ടികൾക്ക് തീർച്ചയായിട്ടുള്ളത്. അപ്പോൾ പണ്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്ന പോലെ പ്രാർത്ഥിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലെന്ന് എന്താ എങ്ങനെയാണെന്നുള്ളത്. അപ്പം അവരുടെ കൂടെ ആയിരിക്കുമ്പം അവരുടെ കൂടെ ഒരാളായിട്ട് നിന്ന് ഇപ്പം അവരുടെ കൂടെ ഡാൻസ് കളിച്ച് അവരുടെ കൂടെ പാട്ട് പാടി അങ്ങനെയൊക്കെ അവരിലൊരാളായിട്ട് നിന്ന് അപ്പം അവർക്ക് നമ്മളോട് ഒരു പ്രതിപത്തി, ഒരു അഫിനിറ്റി തോന്നും. അപ്പോൾ സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്, ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അവർക്ക് തോന്നിത്തുടങ്ങും. അങ്ങനെ അവരുടെ കൂടെ അവരിലൊരാളായിട്ട് ചേർന്ന് നിന്ന് മെല്ലെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. നമ്മൾ ഡയറക്റ്റ്ലായിട്ട് നീ പോയിരുന്ന് പ്രാർത്ഥിക്കണം, അരമണിക്കൂർ പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിലും എന്താ എൻ്റെ ഗുണം എന്താ അങ്ങനെ ചിന്തിക്കുള്ളൂ. ഇൻസ്റ്റൻ്റായിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അതിൻ്റെ പ്രാർത്ഥന എന്താ അല്ലെങ്കിൽ ദൈവം എന്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലായിക്കൊള്ളില്ല. വളരെ റെയറായിട്ടുള്ള കുട്ടികൾ മാത്രമേ അപ്പോൾ അങ്ങനെ അതിനോട് ഒരു അഫിനിറ്റി കാണിക്കുന്നുള്ളൂ. അപ്പം ക്ഷമയോട് കൂടി അവരുടെ കൂടെ ആയിരിക്കുക, മെല്ലെ ദൈവം ആരാ എന്താ എന്നുള്ളത് കാണിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് പോസിബിളായിട്ടുള്ള മാർഗ്ഗങ്ങൾ. ഇൻസ്റ്റഗ്രാമിലുള്ള ഡാൻസ് വീഡിയോസിലൊക്കെയും സിബ്ലിങ്സ് ആയിട്ടുള്ള അച്ഛനും ബ്രദറും അവർ രണ്ടുപേരും കൂടെയുള്ള ഒത്തിരി ഡാൻസ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒത്തുകൂടുന്നത് എങ്ങനെയാണ്? മീൻസ് അവർ ഈ പറഞ്ഞ പോലെ തന്നെ ഡാൻസിലും പാട്ടിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണോ? വീട്ടിൽ നിന്ന് എങ്ങനെയാണ് സപ്പോർട്ട്? അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യുമായിരുന്നു. എൻ്റെ സിബ്ലിങ്സിൻ്റെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് പറയാൻ 100 നാവാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും റിലീജിയസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തമ്മിലുള്ളൊരു ബോണ്ട് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സ്ട്രോങ്ങാണ്. പക്ഷേ എല്ലാ ദിവസവും ഫോൺ വിളിക്കുക, മെസ്സേജ് അയക്കുക അങ്ങനെയൊന്നും പറ്റാറില്ല. ആഗ്രഹമുണ്ട്, പക്ഷെ അതൊരിക്കലും നടക്കാറില്ല. ഞാൻ എൻ്റെ ഫീൽഡിൽ ബിസിയാണ്, അവരവരുടെ ഫീൽഡിൽ ബിസിയാണ്. ഒരാളിപ്പം ഓർഡിനേഷൻ അടുത്ത വർഷം ആവുന്നുള്ളൂ, താഴെയുള്ള അനിയൻ്റെ. മൂത്ത അനിയൻ സാഗർ ഡയസിസിലെ ബിഷപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനാണിപ്പം ഇവിടെ. അപ്പം ഒത്തിരി ഉത്തരവാദിത്തങ്ങളുള്ള കാരണം കൊണ്ട് പക്ഷേ ദിവസം ഫാമിലി ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആണെങ്കിലും ഒരു മെസ്സേജെങ്കിലും ഇട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ അവർ അവധിക്ക് വരുന്നൊരു സമയമുണ്ട്, അത് ഈ മാർച്ച്, ഏപ്രിൽ, മെയ് ആ ഒരു സമയത്താണ് വരാറ്. അപ്പം ഞാനും ആ സമയത്തൊക്കെ തന്നെ കൂടുതലും എൻ്റെ അവധിക്കായിട്ട് പോകാറുള്ളത്. ഞങ്ങൾ തമ്മിൽ അപ്പം ഇവിടെ വന്നതിന് ശേഷം, സെലക്ഷൻസിൽ വർക്ക് ചെയ്യാൻ വന്നതിന് ശേഷം എനിക്ക് മുഴുവൻ അവധി എടുത്തെങ്കിൽ പോകാൻ പറ്റാറില്ല. എങ്കിൽ കൂടി 4-5 ദിവസത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും ഒത്തിരി സംസാരിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഉണ്ടാവില്ല മിക്കവാറും. പക്ഷേ അതിന് പകരമായിട്ട് ഈ റീൽസ് എടുക്കുക, ഒന്നിച്ച് ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, അത് ഒത്തിരി എനർജി തരാറുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുമ്പോൾ സംസാരിച്ചുകൊണ്ട് ഒത്തിരി ഷെയറിങ് നടക്കുന്നില്ലെങ്കിൽ പോലും ആ പരസ്പരം ചിലപ്പോൾ ഒരു റീലൊക്കെ എടുക്കാൻ തുടങ്ങി ചിലപ്പോൾ ഞങ്ങൾ ഇച്ചിരി പെർഫെക്ഷൻ രസമുള്ള ആൾക്കാരായതുകൊണ്ട് ഒത്തിരി നേരം എടുക്കും ഒരു റീലൊക്കെ ചെയ്തു തരാനായിട്ട്. അത് നല്ലൊരു വേദിയാണെന്ന് കണ്ടിട്ട് അപ്പോൾ അവരും പറയും, ചേച്ചി നമുക്ക് ഇത് നല്ലൊരു മീഡിയയാണ്, നമുക്ക് ഒരു സാക്ഷ്യം കൊടുക്കാനായിട്ട് ഇത് നല്ലൊരു വേദിയാണ് അവർ പറയും. ആദ്യം എനിക്ക് മടിയുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല ഇൻസ്റ്റ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. റീസെൻ്റ്ലിയാണ് ഞാൻ ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങിയത്. അപ്പോൾ അവരാണ് പറഞ്ഞത്, ചേച്ചി നമുക്ക് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ റീൽസ് എടുക്കണം, നമുക്കത് പോസ്റ്റ് ചെയ്യണം, അത് ഒത്തിരി പേര് കാണണം, അത് കാരണം നല്ലൊരു സാക്ഷിയാണ് അവർ തന്നെ പറയും. അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. ഞങ്ങൾ 3 പേരും തമ്മിൽ ഇപ്പം ഇന്ന് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അവൻ്റെ ലൈഫിൽ എന്ത് സംഭവിച്ചു, ഓരോ ദിവസം എന്ത് സംഭവിക്കുന്നു, അങ്ങനത്തെ ഷെയറിങ് കുറവാണ്. ഞങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. പക്ഷേ ഇങ്ങനെ പരസ്പരം ഒന്നിച്ച് കൂടുന്ന സമയങ്ങളിൽ ഇത്തിരി നേരം ഒന്നിച്ചാൽ സ്പെൻഡ് ചെയ്യുന്ന സമയമുണ്ടല്ലോ. ഇപ്പോൾ ഡാൻസ് പഠിക്കാനായിരിക്കാം, ചിലപ്പോൾ ഒരു 2-3 സ്റ്റെപ്പൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പാട്ട് ഒന്നിച്ചിരുന്ന് പഠിക്കാനായിരിക്കാം. അത് ഭയങ്കര ഒരു സന്തോഷം ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭയങ്കര ഒരു സപ്പോർട്ട് ഫീലിംഗ്, ഒരു സപ്പോർട്ട് സിസ്റ്റം ശരിക്കും പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ 3 പേരും റിലീജിയസ് ആയതുകൊണ്ട് തന്നെ അത് ഞാനുണ്ട്, അല്ലെങ്കിൽ ചേച്ചിക്ക് ഞാനുണ്ട്, അല്ലെങ്കിൽ അവർക്കാണെന്നുണ്ടെങ്കിൽ ഞാനുണ്ട്
എന്നുള്ളൊരു ഫീലിംഗ് പറയാതെ തന്നെ കൺവേ ചെയ്യുന്ന ഒരു ഒരു ടൈമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും കൂടിയിട്ട് ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം എൻ്റെ പേര് റൺസി, മൂത്ത അനിയൻ നിക്സൺ, മറ്റനിയൻ ജാക്സൺ. അപ്പോൾ ഞങ്ങളൊരു വാട്സപ്പിൽ RNJ ക്രിയേഷൻസ് എന്നിട്ട് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവധിക്ക് വരാറാവുന്ന സമയമാകുമ്പോഴത്തേക്കും അതിനകത്ത് ഓരോ ലിങ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്തിരും. ചേച്ചി നമുക്ക് ഈ പാട്ട് കേട്ടോ വരുമ്പോൾ ചെയ്യണം, പ്ലാൻ ചെയ്തിരുന്നോളാം പറയും. ചിലപ്പോൾ മമ്മിയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇതിൽ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് മമ്മിയായിരിക്കും. കാരണം ഇപ്പോൾ ലാസ്റ്റ് അവധിക്ക് ഞാൻ പോയപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് നല്ല പനിയായിരുന്നു, ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ചെയ്യാനുള്ള ആരോഗ്യം ഇല്ലാതായിരുന്നു. അപ്പോൾ ഞാൻ മടി പിടിച്ചിരിക്കുകയായിരുന്നു. മമ്മി ചോദിച്ചു, പ്രിൻസിപ്പൾ ഒന്നും ചെയ്യുന്നില്ലേ, സമയം വെറുതെ കളയരുത് കേട്ടോ, മമ്മി അങ്ങനെ പറയും. അപ്പോൾ ഞങ്ങൾ 3 പേരും ചെയ്യും, മമ്മിയായിരിക്കും ക്യാമറാമാൻ. അപ്പോൾ മമ്മി ക്യാമറയുടെ പുറകിൽ നിൽക്കും, അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ മമ്മിയായിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഒന്നിച്ച് വരുന്ന സമയങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ സിസ്റ്ററിൻ്റെ ജീവിതം ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു സാക്ഷിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഡാൻസും പാട്ടും എഴുത്തും വരയും ഒക്കെ ആയിട്ട് എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റർ. അപ്പോൾ വിശുദ്ധ കാർല അക്യുത്തസിനെയൊക്കെ പോലെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? കാരണം പണ്ടത്തെ കാലത്ത് പോലെ ഒത്തിരി ലിമിറ്റേഷൻസ് ഇല്ല, ഒത്തിരി ഓപ്ഷനുകളുണ്ട് സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു വിരസത ഉളവാക്കുന്ന ഒരു പ്രവൃത്തിയല്ല, മറിച്ച് സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തിയായിട്ട് കണ്ടുകൊണ്ട് എന്ത് മെസ്സേജാണ് ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് കൊടുക്കാനുള്ളത്? ഇന്നത്തെ യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനായിട്ട് ഏറ്റവും അതിൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം എന്ന് പറയുമ്പം, ഇപ്പോൾ ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ഊന്നിപ്പറയുന്നൊരു കാര്യമാണ് എപ്പോഴും ആനന്ദമുള്ളവരായിരിക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്, എപ്പോഴും ആനന്ദമുള്ളവരായിരിക്കുക. അതിന് പക്ഷേ ഈ ആനന്ദം സന്തോഷം തമ്മിൽ വ്യത്യാസമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇന്ന് കുട്ടികളെ നോക്കുവാണെങ്കിൽ പലരും അവരുടെ ഒരു കംഫർട്ട് സോണിലാണ്. കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, അവർക്ക് ഇൻസ്റ്റൻ്റായിട്ട് അവരവരുടെ ഫീലിങ്സ് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ തേടി പോകുന്ന ഒരു പ്രവണതയാണ് നമുക്കാണെങ്കിലും ഇന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പൾസീവായിട്ട് ഓക്കെ എനിക്കിപ്പം ആ ഒരു ഇന്നിപ്പോൾ എന്താ ആ ഒരു ഫീലിംഗ്, അതിനപ്പുറത്തേക്ക് നാളെ എന്താന്നുള്ളൊരു തോട്ട് കുട്ടികൾക്ക് എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒന്ന് ഇരുന്ന് ചിന്തിക്കാൻ ആയിട്ട് ആർക്കും സമയമില്ല. പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ ആർക്കും സമയമില്ല. അപ്പോൾ പലർക്കും പലതാണ് അവരുടെ മോട്ടിവേഷൻ. പക്ഷേ അത് കഴിഞ്ഞ് ഫ്യൂച്ചറിൽ എന്താണെന്നുള്ളൊരു തോട്ട് അവർക്കില്ല. ബേസിക്കലി ഇപ്പം ഞാൻ ആരാണ്, അല്ലെങ്കിൽ അതിപ്പോൾ 18 വയസ്സുള്ള കുട്ടിയാണെങ്കിലും ഒരു 17 വയസ്സുള്ള കുട്ടിയാണെങ്കിലും ഞാൻ ആരാണെന്ന് ചിന്തിക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു കൗമാരം, ഒരു ടീനേജ് തൊട്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ ആരാ എന്താ എന്ന് തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് ചിന്തിക്കാൻ ആ ഒരു ശാന്തതയിലേക്ക് കുട്ടികൾക്ക് വരാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ കാമായിട്ടൊന്നും ഇരിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവണതയോ പിള്ളേർക്കുള്ളതായിട്ട് എനിക്ക് തോന്നാറില്ല. അപ്പോൾ പാരൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് ശീലിപ്പിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. അപ്പോൾ പാരൻറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കൊച്ചു കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് സ്വയം ചിന്തിക്കാനായിട്ട് പറ്റുന്ന അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കൊച്ചിലെ തൊട്ട് അവരെ സഹായിക്കാൻ പറ്റണം എന്നെനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്കിൽ മാത്രമേ അവർക്ക് ഒരു റിയലായിട്ടുള്ള ജോയ് എന്താണെന്നുള്ളത് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പം അതിനു വേണ്ടി അങ്ങനെ ഒരു ഗോളിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ വർക്ക് ചെയ്യാനും ഒരു ബെസ്റ്റ് വെർഷൻ എന്നുള്ള പോലെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. അത് മനസ്സിലാക്കാതെ എനിക്കിപ്പോൾ അത് വേണം ഇത് വേണം അങ്ങനെയൊക്കെ തോന്നുന്ന ആ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വളർച്ച ഉണ്ടാവില്ല, റിയലായിട്ടുള്ള വളർച്ച ഉണ്ടാവില്ല. നമുക്ക് റിയലായിട്ടുള്ള ആനന്ദം കണ്ടെത്താൻ പറ്റില്ല. അതൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. അത് തന്നെയാണ് എനിക്ക് എല്ലാ യങ്സ്റ്റേഴ്സിനോടും ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നൊരു മെസ്സേജും, റിയൽ ജോയ് അത് കണ്ടെത്തണം. ദൈവം സകല കഴിവുകളും കൊണ്ട് സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചിട്ടുള്ള സിസ്റ്റർ ഇനിയും ആടിയും പാടിയും എഴുതിയും ദൈവത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആനന്ദം
ഒത്തിരി പേരിലേക്ക് കൊടുക്കാനായിട്ട് സിസ്റ്ററിന് സാധിക്കട്ടെ. സിസ്റ്ററിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ടുണ്ടാകട്ടെ. ഒത്തിരി പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അതുപോലെ ഒത്തിരി പേരുടെ ജീവിതങ്ങളെ തൊടാനും സിസ്റ്ററിന് സാധിക്കട്ടെ. ഇപ്പോഴും സാധിക്കുന്നുണ്ട്, കുറേ കൂടെ മനോഹരമായിട്ട് കർത്തവ്യങ്ങളൊക്കെ നിർവഹിക്കാൻ സാധിക്കട്ടെ. ഒരുപാട് സന്തോഷം സിസ്റ്ററിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. പ്രേക്ഷകർക്കും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈ ഒരു അവസരം എനിക്ക് തന്നതിനെ കുറിച്ച് ഓർത്ത് എനിക്ക് ഗുഡ്നസ് ടി വിയോടും അതുപോലെ തന്നെ ആൻമരിയോടും ഞാൻ ഒത്തിരി താങ്ക്സ് പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.